ഇപ്പോൾ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം പാങ്ങിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ പ്രഭാതത്തിൽ. മിനിസ്റ്റർ നമസ്കാരം. നമസ്കാരം. മിനിസ്റ്റർ, ഇപ്പോൾ താങ്കൾ അങ്ങോട്ടേക്ക് യാത്രയിലാണല്ലേ? ഞാൻ അങ്ങോട്ട് സ്കൂളിലേക്ക് ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരും. 1 മണിക്കൂറിനകം മൃതദേഹങ്ങൾ അവിടെ സ്കൂളിൽ എത്തിച്ചേരും. ഏതാണ്ട് 9 മണി വരെ അവിടെ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുറച്ച് അവിടെ എടുക്കുമായിരിക്കും. പിന്നെ എന്തായാലും താങ്ങാനാവാത്ത ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ ഒരു സ്കൂളിൽ ഇന്നലെ വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു. ഇന്നലെ പിന്നെ ഈ സംഭവം അറിഞ്ഞത് മുതൽ അതിന്റെ എല്ലാ സംവിധാനങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൂടെ ഇടപെട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞു. അതൊരു അസാധാരണമായ രീതിയാണ്. രാത്രി തന്നെ നേരം വെളുത്തപ്പോൾ പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തീകരിച്ചു. എന്തായാലും നമ്മുടെ നാടിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ ഉള്ള ഒരു ജാഗ്രത നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പുലർത്താം എന്നാണ് പറയാനുള്ളത്. മിനിസ്റ്റർ, ഈ അവിടുത്തെ അധ്യാപകരായിരുന്നല്ലോ, അപ്പോൾ നാട്ടുകാരൊക്കെ പറയായിരുന്നു അവർ ഈ സ്കൂളിൽ വന്ന് പഠിപ്പിച്ച് മടങ്ങിപ്പോകുന്ന ഒരു ജോലി പോലെ അധ്യാപനം നടത്തിയിരുന്ന ആൾക്കാരല്ല. ആ നാട്ടിലെ ഓരോ കുടുംബവുമായി, അവിടുത്തെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമായി വളരെ അടുത്ത സ്നേഹബന്ധവും അതുപോലെ പിന്നെ ആ നാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന നിലയിലായിരുന്നു ഈ അധ്യാപകരൊക്കെ സേവനം അനുഷ്ഠിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അപകടത്തിൽ ഏതാനും ജീവനുകൾ പൊലിഞ്ഞു എന്ന ഒരു കേവലം വാർത്തയ്ക്കപ്പുറത്ത് അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ നഷ്ടപ്പെട്ട വേദനയിലാണ് യഥാർത്ഥത്തിൽ ആ നാടുള്ളത്. ഞാനത് മനസ്സിലാക്കി. ഇന്നലെ തന്നെ നാട്ടിലെ പലരും പറയുന്നത് കേട്ടു ടെലിവിഷനിലൂടെ. അവിടെ സ്കൂളിന്റെ വാർഷികമായിരുന്നാലും അതല്ലെങ്കിൽ സ്കൂളിന്റെ ഒരു ചടങ്ങായിരുന്നാലും ഏത് കാര്യമായിരുന്നാലും അത് അവരുടെ സ്വന്തം കാര്യം, അധ്യാപകരുടെ വീട്ടിലെ സ്വന്തം കാര്യം പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു നമുക്കൊരു മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിനാകെ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നെല്ലാം ഉള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാം. അങ്ങനെ പിന്നെ അവര് സ്കൂളിന്റെ നേരത്തെ പറഞ്ഞൊരു ടീച്ചർ ആണ് എന്നതിനപ്പുറം, ശമ്പളം വാങ്ങുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്നു എന്നതിനപ്പുറം അവര് എന്തൊക്കെയോ ആയിരുന്നു ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അത് നാട്ടിന്റെ ഏക അഭിപ്രായമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം അധ്യാപകരെല്ലാം നമുക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇത് അവരൊരു കുടുംബത്തെ പോലെ തന്നെയായിരുന്നു ആ സ്കൂളിനെ കൊണ്ട് നടന്നത്. അങ്ങനെയുള്ള ഒരാൾക്കാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മിനിസ്റ്റർ, ഈ 3 പേര് ഇപ്പോൾ ചികിത്സയിലുണ്ടല്ലോ, അതിൽ ഒരു കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി 2 പേരുള്ളത് കോയമ്പത്തൂർ ആശുപത്രിയിലാണ്. അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ മിനിസ്റ്റർക്ക് കിട്ടിയിട്ടുണ്ടോ? വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു, ഇന്ന് രാവിലെയും സംസാരിച്ചു. ചികിത്സയുടെ എല്ലാ സംവിധാനങ്ങളും എല്ലാ ഏർപ്പാടുകളും ആവശ്യമുള്ള കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യും. നമുക്ക് ഇത് ഈ രാവിലെയുള്ള ഒരു 9 മണിയോടുകൂടി ഈ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. മിനിസ്റ്റർ, ഈ മരിച്ചവരുടെ ബന്ധുക്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ താങ്കൾക്ക്? ഇല്ല, ബന്ധുക്കളായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് അവിടുത്തെ കളക്ടർ, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സുനിൽ ADM അവിടെ അയച്ചിരുന്നു. അവരുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മലയാളിയായിട്ടുള്ള IAS ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കളക്ടർ പൊള്ളാച്ചി, അവിടുത്തെ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. മറ്റ് ഈ അവരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ച് നല്ല ചികിത്സ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതിനിപ്പോ ഇത് കഴിഞ്ഞ ശേഷം ഒരു 10 മണി കഴിഞ്ഞ ശേഷം അവിടെ ബന്ധപ്പെട്ടിട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് കരുതുന്നത്. മിനിസ്റ്ററെ, അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എങ്ങനെയാണ്? ഇപ്പോൾ കോയമ്പത്തൂർ ചികിത്സയിൽ കഴിയുന്നവരെ നാട്ടിലേക്ക് മാറ്റാനുള്ള നടപടികൾ എങ്ങനെയാണ്? അതൊന്ന്
അവിടുത്തെ ഡോക്ടർമാരുമായി നമ്മുടെ കേരളത്തിലെ ഡോക്ടർമാർ സംസാരിച്ച് എന്താ മാറ്റാൻ കഴിയുന്ന പൊസിഷനിലാണോ അല്ലയോ എന്ന് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് അവർ വിലയിരുത്തിയ ശേഷം നമുക്ക് ഇങ്ങോട്ട് മാറ്റേണ്ട സാഹചര്യമാണ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാം. നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടില്ല. ശരി മിനിസ്റ്റർ, ഏതായാലും വളരെയധികം നന്ദി മിനിസ്റ്റർ. താങ്കൾ ഇപ്പോൾ യാത്രയിലാണ്, അങ്ങോട്ടേക്ക് പോവുകയാണ്, അല്പസമയത്തിനകം അവിടെ എത്തുമെന്നറിയാം. ഈ സമയത്ത് താങ്കൾ 24 പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.